എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വരുതിയിലാക്കാൻ കഴിയും ഇനി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ പൈലായ നേഴ്സ് എന്ന പൈല് സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വരുതിയിലാക്കാൻ കഴിയും. ഇതുവരെ നിങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കാതെ സ്നേഹിക്കാതെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടം കിട്ടാൻ, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഇഷ്ടം കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ജീവിതത്തിൽ ഇതുവരെ ആ വ്യക്തി നിങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അത് മാറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന, ഒരുപാട് ഇഷ്ടം ഉളവാക്കുന്ന ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ, ആ വ്യക്തിയുടെ സംസാരങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ ലഭിക്കുന്നില്ല. അതിൻ്റെ ഒരു ദുഃഖം നിങ്ങൾക്കുണ്ട്. ലോകത്ത് ആര് സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളിഷ്ടപ്പെടുന്ന, സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മാത്രം, ആ വ്യക്തിയുടെ മാത്രം സ്നേഹമില്ലാതെ നിങ്ങൾക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്, ആ വ്യക്തിയുടെ സ്നേഹം ഒന്ന് ലഭിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷെ പല സമയത്തും പലതരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെയായി, ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കാതെയായി. അങ്ങനെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ സ്നേഹം ഇനിയെങ്കിലും ലഭിക്കാൻ നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. എങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് കിട്ടുക? പക്ഷേ ഇനി കിട്ടും. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വാധീനിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളെ എതിർക്കുന്ന ചില ആളുകളുടെ സ്വാധീനത്തിലാണ് ആ വ്യക്തി. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ചില ആളുകളുടെ സ്വാധീനത്തിലാണ്. അതിൽ നിന്ന് മാറി നിങ്ങളെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് ആ വ്യക്തി എത്തും. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല പെരുമാറ്റങ്ങളും ആ വ്യക്തിയെ ചില പ്രത്യേക സമയത്ത് സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സ്നേഹനിർഭരമായ ആ പെരുമാറ്റങ്ങൾ ആ വ്യക്തിയിൽ സ്വാധീനിക്കും. നിങ്ങൾ മാത്രം ആ വ്യക്തിയെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും മറ്റു ചിലർ ആ വ്യക്തിയെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നും, നിങ്ങളോട് ഇഷ്ടം ഉണ്ടാകും. അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതുതന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കതിന് സാധിക്കും. കാരണം നിങ്ങളെ എതിർക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ സ്വാധീന വലയം നഷ്ടപ്പെടാനായിട്ടുള്ളൊരു സംഭവം ഉടനുണ്ടാകുകയും അവിടെ നിങ്ങൾക്ക് മാത്രം സഹായിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ പ്രത്യേകിച്ച് ഇന്നത്തെ സ്ഥിതി മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ വരുതിയിലാകാനുള്ള നിലയിലേക്ക് എത്തും കാര്യങ്ങൾ. അടുത്തതായി രണ്ടാമത്തെ പൈല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ അതെല്ലാം അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ആ വ്യക്തിയെ എപ്പോഴും വേണം. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇല്ലാതിരിക്കാൻ കഴിയില്ല. എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവുമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടുന്നില്ല. അതിനൊരു കാരണമുള്ളത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ മനസ്സറിയാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള സംഘർഷങ്ങളും ഒന്നും അറിയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പരന്ന രീതിയിൽ ചിന്തിച്ചു പോവുകയാണ്. എല്ലാവരെപ്പോലെയും നിങ്ങളെ കാണുന്നു. ഒരുപാട് പേര് ആ വ്യക്തിയോട് സംസാരിക്കുന്നു, ഒരുപാട് പേര് ആ വ്യക്തിയോട് കാര്യങ്ങൾ നോക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ മൂല്യം അറിയാൻ കഴിയുന്നത്. നിർഭാഗ്യവശാൽ ഇതുവരെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി നോക്കിയിട്ടില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വിലയും ആ വ്യക്തിക്ക് നിങ്ങളുടെ മൂല്യവും മനസ്സിലാവുകയുള്ളൂ.
അതുപോലുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി കൂടുതൽ ചിന്തിച്ചിരുന്നില്ല, നിങ്ങളെക്കുറിച്ചൊന്നും പറയാനും ആഗ്രഹിച്ചില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത ഉപകാരങ്ങൾ, ആ വ്യക്തിയോട് ചെയ്ത നന്മകൾ, മറ്റുള്ളവർ ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകി കൊടുത്തു എന്നിത്യാദി ചിന്തകൾ വരികയാണ്. ഇത്രയും കാലം നിങ്ങൾ ചെയ്ത ഉപകാരവും നിങ്ങളുടെ ആ നല്ല മനസ്സിനെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. ആ വ്യക്തി മനസ്സിലേക്ക് വന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രേരണ പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ, നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത ഉപകാരങ്ങൾ, അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ്. അതൊക്കെ പോസിറ്റീവായിട്ടാണ്. ഇത്രയും കാലം നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് പോസിറ്റീവാണ്. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്നൊരു നിലയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.